പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് പരാതി. പോക്സോ നിയമപ്രകാരം കോൺഗ്രസ് നേതാവിനെതിരെ ബത്തേരി പോലീസ് കേസെടുത്തു. ഡിസിസി ജനറൽ സെക്രട്ടറി OM ജോർജിനെതിരെയാണ് കേസ്. ഇയാൾ ഒളിവിലെന്ന് പോലീസ്. ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും DCC അംഗവുമായ OM ജോർജിനെതിരെയാണ് പ്രായപൂർത്തിയാകാത്ത ഗോത്രവർഗ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബത്തേരി പോലീസ് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി തന്നെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഒരാഴ്ച മുമ്പ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ ശിശുക്ഷേമ വകുപ്പ് തണൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഇന്നലെ രാവിലെ വന്ന കോളിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ OM ജോർജ് 1.5 വർഷക്കാലമായി പീഡിപ്പിക്കുകയാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ബത്തേരി പോലീസിനെ അറിയിക്കുകയും പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. ബലാത്സംഗം, പീഡനം, പട്ടികവർഗ്ഗക്കാർക്കെതിരെയുള്ള പീഡനം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, പോക്സോ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ. ഇയാളെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇത് സംബന്ധിച്ച കത്ത് DCC പ്രസിഡന്റിന് കൈമാറിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് OM ജോർജ് ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. SMS DYSP കുബേരൻ നമ്പൂതിരിക്കാണ് അന്വേഷണത്തിന് ചുമതല. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ മകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്ന ശബ്ദരേഖ വയനാട് വിഷന് ലഭിച്ചു. മകളുടെ പഠനം മുടക്കിയെന്നും പറയുന്ന ശബ്ദരേഖയിൽ ഉമ്മർ എന്ന വ്യക്തി പണം വാഗ്ദാനം ചെയ്ത് പരാതിയിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞതായും സൂചിപ്പിക്കുന്നുണ്ട്. സംഭവിച്ചത് ഞാനിങ്ങനെ ഒരു ദിവസം ഈ പണിക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കാണ് ഞാൻ പണിയെടുക്കുന്നത്. അപ്പോൾ പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിൽ നോക്കിയതാണ്. അപ്പോൾ പാട്ടല്ല കേൾക്കുന്നത്, ഈ സംഭവങ്ങളാണ് കേൾക്കുന്നത് വ്യക്തമായിട്ട്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംഭാഷണങ്ങളാണ് ഇതിൽ മൊബൈലിൽ കേൾക്കുന്നത്. നമ്മുടെ മോളും OM ജോർജും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങൾ മോളോട് ചോദിച്ചപ്പോഴാണ് മോള് കയ്യിൻ്റെ ഞരമ്പ് കട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞു, പിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. കൊന്നിട്ട് ഞാൻ പുറത്ത് പറയരുത്, ചേച്ചീനോട് വരെ പറയരുത്, നിന്റെ വീട്ടുകാരോട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് മോളെ ഭീഷണിപ്പെടുത്തി. മോളെ പഠിത്തം വരെ മുടക്കി. സംഭവിച്ചത് ഉമ്മർ എന്ന് പറഞ്ഞ ആൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സാവകാശം ഒത്തുതീർപ്പാക്ക്, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ എന്നാ വെച്ചാൽ തരാം എന്നാണ് പറഞ്ഞത്. അയാൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. എന്ത് നേതാവാണെന്ന് എനിക്കറിയില്ല. നേതാവാണ് അയാൾ, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെയാണ് അയാൾ. ബത്തേരി അർബൻ ബാങ്കിലേക്ക് DYFI പ്രവർത്തകർ ഇരച്ചുകയറി ഉപരോധിച്ചു. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച ബാങ്ക് വൈസ് പ്രസിഡന്റ് OM ജോർജിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ബാങ്കിന്റെ ഷട്ടറുകൾ അടച്ചിട്ടാണ് DYFI പ്രതിഷേധിച്ചത്. ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിന്മേൽ കേസിലകപ്പെട്ട ബാങ്ക് വൈസ് ചെയർമാൻ OM ജോർജിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് DYFI പ്രവർത്തകർ ബാങ്കിലേക്ക് ഇരച്ചുകയറിയത്. തുടർന്ന് ബാങ്ക് ഉപരോധിച്ചു. ഉച്ചയ്ക്ക് 1:30 പ്രകടനമായി എത്തിയ 20ഓളം പ്രവർത്തകരാണ് അപ്രതീക്ഷിതമായി ബാങ്കിലേക്ക് ഇരച്ചുകയറിയത്. ഈ സമയം വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. ബാങ്കിനുള്ളിൽ കയറിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ഇതിനിടെ പ്രവർത്തകർ ബാങ്കിന്റെ ഷട്ടറുകൾ അടച്ചു. വൈസ് ചെയർമാൻ പദവിയിൽ നിന്നും ഡയറക്ടർ ബോർഡിൽ നിന്നും OM ജോർജിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത്. തുടർന്ന് ബത്തേരി CI MD സുനിൽ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. DYFI ഉന്നയിച്ച ആവശ്യങ്ങളിൽ നാളെ തീരുമാനമെടുക്കുമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം മണിക്കൂറുകൾക്ക് ശേഷം അവസാനിപ്പിച്ചു. താൽക്കാലികമായിട്ട് നമ്മൾ ഈ ഉപരോധ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇവിടെ ഇത്തരമൊരു വിഷയം, ഇതിൻ്റെ പോലീസ് കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ജോയിന്റ് രജിസ്ട്രാറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഇന്ന് പൂർത്തീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ നമുക്ക് DYFIയുടെ നേതാക്കന്മാർക്കൂടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അർബൻ ബാങ്കിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഈ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡും അതിന് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ വിവരങ്ങൾ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യാവുന്ന ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി CIയും നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ സമരം അവസാനിപ്പിക്കുകയാണ്. വയനാട് വിഷൻ, ബത്തേരി. ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ് OM ജോർജിനെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്തണമെന്നും AKS വയനാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നേതാവിനെ രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കിയ പ്രാദേശിക നേതാക്കളെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ആദിവാസി ബാലികയെ പീഡിപ്പിച്ച
OM ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ബത്തേരിയിൽ പ്രകടനം നടത്തി. ജിഷ ഷാജി, ബീന വിജയൻ, ബിന്ദു മനോജ്, ലത ശശി എന്നിവർ നേതൃത്വം നൽകി. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ള വ്യക്തിയെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ആദിവാസി ക്ഷേമസമിതി എന്ന നിലയ്ക്ക് AKS ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, വയനാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തുടർക്കഥയാകാതിരിക്കണമെങ്കിൽ ഈ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് നിയമപരമായി കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഈ കുട്ടിക്ക്, ഈ പീഡനത്തിനിരയായ കുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഗവൺമെൻറ് സംവിധാനങ്ങളും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം തയ്യാറാകേണ്ടതുണ്ട്. ചെട്ടിയാലത്തൂർ LP സ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മിക്കാനാവശ്യമായ സാധന സാമഗ്രികൾ വനം വകുപ്പ് തടഞ്ഞ സംഭവം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നൂൽപ്പുഴ പഞ്ചായത്ത്. വനഗ്രാമത്തിലെ വികസനം തടയാൻ വനം വകുപ്പിന് എന്ത് അധികാരമെന്ന് പഞ്ചായത്ത് അധികൃതർ ചോദിക്കുന്നു. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ മുന്നോടിയായി ഫെബ്രുവരി 1 നായ്ക്കട്ടിയിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കും. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വനഗ്രാമമായ ചെട്ടിയാലത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ചുറ്റുമതിൽ നിർമ്മിക്കാനാവശ്യമായ സാധന സാമഗ്രികളുമായി എത്തിയ വാഹനം വനംവകുപ്പ് തടഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരും വനംവകുപ്പ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. പുനരധിവാസ പ്രവർത്തനം നടക്കുന്ന ഗ്രാമത്തിൽ നവീകരണ നിർമ്മാണ പ്രവൃത്തികൾ പാടില്ലെന്ന നിലപാടാണ് വനംവകുപ്പ് എടുത്തത്. എന്നാൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്കൂൾ നവീകരണ പ്രവൃത്തികൾ തടയാൻ വനംവകുപ്പിന് അധികാരമില്ലെന്നും പഞ്ചായത്ത് അധികൃതരും നിലപാടെടുത്തു. വനംവകുപ്പിന്റെ ഈ നടപടി പഞ്ചായത്തിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അടുത്ത കാലത്തായി വനംവകുപ്പ് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണെന്നാണ് ഇവർ ആരോപിച്ചത്. പിന്തുണയുമായി ചില കപട പരിസ്ഥിതിവാദികളാണ് പ്രവർത്തിക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി ആരോപിക്കുന്നു. ഇത്തരം നടപടികൾക്കെതിരെ ജനങ്ങളെ മുൻനിർത്തി പ്രതിരോധിക്കാനാണ് പഞ്ചായത്തിന് തീരുമാനം. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 1 2 മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സർവകക്ഷി കൺവെൻഷൻ വിളിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എല്ലാ ബഹുജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടൊരു ജനകീയ പ്രതിരോധ കൺവെൻഷൻ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വം നടക്കുകയാണ്. ഈ ഫെബ്രുവരി മാസം 1 2 മണിക്ക് എല്ലാ ഗ്രാമസഭകളും വിളിച്ചു കൂട്ടുകയാണ്. എല്ലാ ഊരുകൂട്ടങ്ങളും വിളിച്ചു കൂട്ടുകയാണ്. ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നികൃഷ്ടതക്കെതിരെ, ഈ ധിക്കാരത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിയമവിധേയമായിട്ടുള്ള പോരാട്ടത്തിന് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ ധിക്കാരം അവസാനിപ്പിച്ച് തന്നെ അടങ്ങുള്ളൂ. വനത്താൽ ചുറ്റപ്പെട്ട പഞ്ചായത്തിലെ ഇത്തരം നിർമ്മാണ നവീകരണ വികസന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് അധികൃതരും പഞ്ചായത്തും തമ്മിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വൻ പ്രക്ഷോഭങ്ങളിലേക്ക് വരുന്ന ആളുകളിൽ ഇത് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. ജില്ലയിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ വൻ വർധനവ്. ഒരു വർഷത്തിനിടയിൽ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ടോൾ ഫ്രീ നമ്പറായ 1517 തണലിൽ മാത്രം 150ഓളം പരാതികളാണ് ലഭിച്ചത്. ഒരു വർഷത്തിനിടെ 12 പോക്സോ കേസുകൾ ഉൾപ്പെടെ 150ഓളം പരാതികളാണ് തണൽ ടോൾ ഫ്രീ നമ്പറായ 1517 രജിസ്റ്റർ ചെയ്തത്. അതേസമയം പോക്സോ കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഉന്നത സ്വാധീനം ഉപയോഗിച്ച മൊഴി മാറ്റിയാണ് ഇത്തരത്തിൽ ആരോപണ വിധേയർ രക്ഷപ്പെടുന്നത്. ജില്ലയിൽ കുട്ടികളിൽ വലിയ തോതിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നതായി ജില്ലാ ശിശുക്ഷേമ സമിതി തണൽ കോർഡിനേറ്റർ അലിയാർ കെ വയനാട് വിഷനോട് പറഞ്ഞു. ഏതാണ്ട് ജില്ലയിൽ 150ഓളം കേസുകൾ നമുക്ക് കോൾ വഴി 1517 കോൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളെല്ലാം നടന്നു വരികയാണ്. ഏതാണ്ട് അത്തരം കേസുകൾ 12ഓളം കേസുകൾ പോക്സോ കേസുകളാണ്. ഈ 12ഓളം പോക്സോ കേസുകളിലെ ഏറ്റവും അവസാനത്തെ കേസാണ് ഇന്ന് മീഡിയകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബത്തേരിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. ഇന്നലെ രാവിലെയാണ് കുട്ടിയുടെ ബന്ധു നമ്മളെ വിളിച്ചിട്ട് പരാതി പറയുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ അതിൻ്റെ ഭാഗമായി കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും പിന്നീട് പോലീസ് കേസെടുക്കുകയും ആ കാര്യങ്ങളെല്ലാം നടന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായ കാര്യങ്ങളെല്ലാം മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പല കേസുകളും ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമായി നമ്മൾ എടുക്കുകയും പിന്നീട് അത് CWC റെഫർ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും പിന്നീട് ഈ കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായ ബോധവൽക്കരണം ഇത്തരം കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ആത്മഹത്യകൾ പെരുകുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ ജില്ലയിൽ ആത്മഹത്യപ്പെട്ട കുട്ടികളുടെ ഒരു കണക്കെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു
പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധവൽക്കരണ പരിപാടിയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമണം തടയുന്നതിനും ബോധവൽക്കരണത്തിനും ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായും തണൽ കോർഡിനേറ്റർ പറഞ്ഞു. ബത്തേരിയിൽ കോൺഗ്രസ് നേതാവ് ഗോത്രവർഗ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം ഉടൻ നടപടി സ്വീകരിച്ചത് ജില്ലാ ശിശുക്ഷേമ സമിതിയിൽ ടോൾ ഫ്രീ നമ്പറിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ജീവനം പദ്ധതി ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കും. വയനാട് ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന കിഡ്നി രോഗികളുടെ ചികിത്സയ്ക്കായാണ് ജീവനം പദ്ധതി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന കിഡ്നി സംബന്ധമായ ചികിത്സയ്ക്ക് മറ്റു മേഖലകളിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കാത്തവരെ സഹായിക്കാൻ ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. 30 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വിഹിതവും 70 ലക്ഷം രൂപ പൊതുജന പങ്കാളിത്തവും പ്രതീക്ഷിച്ചാണ് ജീവനം പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളുടെയും വിവിധ മേഖലയിലെ പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ, സ്കൂൾ, കോളേജുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ പങ്കാളിത്തമാണ് പദ്ധതിയുടെ നടത്തിപ്പിനായി പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. പ്രവാസികളുടെ സാമ്പത്തിക സഹായവും ലക്ഷ്യമിടുന്നുണ്ട്. കിഡ്നി രോഗികൾക്ക് ജീവന പദ്ധതി എന്ന പേരിൽ നടപ്പിലാക്കുന്ന 1.25 കോടിയുടെ പദ്ധതിയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. അതിൽ 25 ലക്ഷം രൂപ ജില്ലാ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കുള്ള മരുന്നും 50 ലക്ഷം രൂപ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം 1 കോടി രൂപ ജീവന പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത്. അതിൽ 30 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളത്. ബാക്കി വരുന്ന 70 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ജനറൽ ബോഡി യോഗം നാളെ 2 മണിക്ക് APJ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ജില്ലാ ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് ഒരു ജില്ലാ കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി നാളെ രൂപീകരിക്കും. അതിനുശേഷം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായ പഞ്ചായത്ത് തല കമ്മിറ്റികൾ നിലവിൽ വരും. ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ രൂപീകരിക്കുന്ന കമ്മിറ്റികളാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക. ജില്ലാതല കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് തല കമ്മിറ്റിയുടെ ചെയർമാൻ അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമായിരിക്കും. മാർച്ച് മാസത്തോടെ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കും. മാർച്ചിൽ കിഡ്നി രോഗികളുടെ വ്യക്തമായ കണക്ക് കണ്ടെത്താൻ പഞ്ചായത്ത് തലത്തിൽ വാർഡുകളിലൂടെ സർവേ നടക്കുന്നതോടെയാണ് പദ്ധതി പ്രവർത്തനം ആരംഭിക്കുക. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. പൊതുവിദ്യാലയങ്ങളിൽ നിന്നും പട്ടികവർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും അവരെ പഠനത്തിലേക്ക് ആകർഷിക്കാനും ഓപ്പറേഷൻ സ്റ്റെപ്പ് പദ്ധതിയുമായി മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കോളനികൾ സന്ദർശിച്ച് കുട്ടികളുടെ ജീവിത പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രായോഗിക പരിപാടികളായിരിക്കും ആവിഷ്കരിക്കുക. വിവിധ സർക്കാർ വകുപ്പുകൾ സംയുക്തമായി പഞ്ചായത്തിലെ ആദിവാസി കോളനികൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ആദ്യ പടിയെന്ന നിലയിൽ 21-ാം വാർഡിലെ ചെമ്പോത്തറ, വീട്ടിമട്ടം, കല്ലുമല കോളനികളിൽ സന്ദർശനം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, വനം, പോലീസ്, എക്സൈസ് വകുപ്പുകൾ, ആരോഗ്യ വകുപ്പ്, ബാലാവകാശ കമ്മീഷൻ, ട്രൈബൽ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ആദിവാസി മേഖലയിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരാത്തൊരു സാഹചര്യം കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സർക്കാർ തീരുമാനപ്രകാരം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിന് ചുമതലയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും എല്ലാ വിഭാഗത്തിനുമുണ്ട്. പക്ഷേ ഇന്ന് വരെ അത് പൂർത്തിയായിട്ട് 100% വിജയിപ്പിക്കാൻ നമ്മൾക്കൊന്നും സാധിച്ചില്ല. അതിൻ്റെ ഭാഗമായി മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥന്മാരെയും ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് ഒരു ടീമായിട്ട് ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ കോളനിക്കകത്തും പോയി കുട്ടികളെ നേരിട്ട് കണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഓപ്പറേഷൻ സ്റ്റെപ്പ് എന്ന പേര് പ്രത്യേകം നൽകിക്കൊണ്ട് അതിനെ കോടീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതിലിപ്പോൾ എക്സൈസ് ഉണ്ട്, പോലീസുണ്ട്, അധ്യാപകരുണ്ട്, DD ഉണ്ട്, അതുപോലെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തെയും ചേർത്തുകൊണ്ട് നമ്മുടെ സുനിതാ മേഡം, ജഡ്ജിയായിട്ടുള്ള സുനിതാ മേഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മീറ്റിംഗ് ചേർന്നു. ആ മീറ്റിങ്ങിലെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തുടക്കം എന്ന രീതിയിലേക്ക് ചെമ്പോത്ര കോളനിക്കകത്ത് എത്തിയിട്ടുള്ളത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി KP സുനിത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ്, വാർഡ് മെമ്പർ ലളിത മോഹൻദാസ്, SSA ജില്ലാ പ്രോജക്ട് ഓഫീസർ GN ബാബുരാജ്, പ്രോഗ്രാം ഓഫീസർ സജി എന്നിവർക്ക് പുറമെ വിവിധ സർക്കാർ വകുപ്പ് അധികൃതരും കോളനി സന്ദർശനത്തിൽ പങ്കെടുത്തു. വയനാട് വിഷൻ, മേപ്പാടി. തിരുവനന്തപുരം യാത്രയിൽ ലോ ഫ്ലോർ ചിൽ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ IC ബാലകൃഷ്ണൻ MLA വിസമ്മതിച്ചെന്നാരോപിച്ച് MLAക്ക് ടിക്കറ്റ് എടുക്കാൻ SFI പിച്ചെടുക്കൽ സമരം നടത്തി. SFI ജില്ലാ പ്രസിഡന്റ് റഫീഖ്, ഏരിയ പ്രസിഡന്റ് വിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
യാത്രക്കിടയിലുണ്ടായെന്നാരോപിച്ച് തനിക്കെതിരെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് IC ബാലകൃഷ്ണൻ MLA. താൻ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ വിസമ്മതിച്ചുവെന്ന് പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നും IC ബാലകൃഷ്ണൻ വയനാട് വിഷനോട് പറഞ്ഞു. ഞാൻ ഇന്നലെ വൈകുന്നേരം 8 മണിക്ക് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തു. കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാസ് അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പാസ് ചോദിച്ചു. ഞാൻ എൻ്റെ ID കാർഡ് കൊടുത്തു. ID കാർഡ് അദ്ദേഹം നമ്പർ എഴുതിയെടുത്ത് അദ്ദേഹം പോയി. പിന്നെ രാത്രി 12 മണിക്കാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, സാറേ ടിക്കറ്റ് എടുക്കണം, പാസ് അനുവദനീയമല്ല എന്ന് MD പറഞ്ഞു, അതുകൊണ്ട് സാറ് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്യാഷ് കൊടുത്തു. അവർ ടിക്കറ്റ് എടുത്ത് തന്നു. പക്ഷെ അതിൽ മറ്റ് വിഷയങ്ങളൊന്നുമില്ല, ഒരു വാക്ക് തർക്കങ്ങളോ മറ്റൊന്നുമില്ല. പക്ഷെ ഇത് എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കുന്നതിന് വേണ്ടി, എന്നെ സമൂഹത്തിൽ മോശമാക്കുന്നതിന് വേണ്ടി മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് KSRTCന്റെ ചില ജീവനക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോഷക സംഘടനകളും നടത്തുന്ന നുണപ്രചരണമാണിത്. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഞാൻ എവിടെ വേണമെങ്കിലും തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ ഇതുമായി ആരോപിച്ചുകൊണ്ട് നിയമസഭാ സ്പീക്കർക്ക് ഞാൻ എന്റെ ലെറ്റർ ഹെഡിൽ തന്നെ ഇന്ന് രാവിലെ എടുത്ത ടിക്കറ്റ്, ആ കണ്ടക്ടറുടെ പേര്, കണ്ടക്ടറുടെ ഫോൺ നമ്പർ, എന്റെ പരാതി ഇന്ന് ഞാൻ സ്പീക്കർക്ക് കൊടുത്തു. സ്പീക്കർ അത് വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരുവൃക്കകളും തകരാറിലായ ഡിഗ്രി വിദ്യാർത്ഥിനി ഉദാരമതികളുടെ സഹായം തേടുന്നു. മാനന്തവാടി ഒണ്ടയങ്ങാടി കിഴക്കയിൽ രമേശിന്റെ മകൾ രഞ്ജിമ രമേശാണ് ചികിത്സാ സഹായം തേടുന്നത്. നിർധന കുടുംബത്തിന് ചികിത്സാ ചിലവ് ഭാരിച്ചതായതിനാൽ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇനി ഈ വിദ്യാർത്ഥിക്ക് ഉദാരമതികളായവരുടെ സഹായമാണ് ആവശ്യമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ വിദ്യാർത്ഥിനി. അടിയന്തരമായി വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. OR കേളു MLA, നഗരസഭാ ചെയർമാൻ VR പ്രവീജ് എന്നിവർ രക്ഷാധികാരികളായി ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനന്തവാടി ശാഖയിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ ഒണ്ടയങ്ങാടി താമസിക്കുന്ന കിഴക്കയിൽ രമേശിൻ്റെ മകൾ രഞ്ജിമ രമേശ് ഗുരുതരമായ രോഗം പിടിപെട്ട് ഇരു വൃക്കകളും പ്രവർത്തനരഹിതമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബം. 10 സെൻറ്റ് ഭൂമിയെ ഉള്ളൂ. അത് സ്വന്തമായൊരു വീട് പോലുമില്ല. വളരെ പാവപ്പെട്ട രീതിയിൽ അവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒണ്ടയങ്ങാടിൽ വിപുലമായ ഒരു ചികിത്സാ സഹായ നിധി രൂപീകരണം ബന്ധപ്പെട്ട് യോഗം ചേരുകയും ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട മാനന്തവാടി MLA OR കേളു, മാനന്തവാടി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പ്രവീജ്, ഒണ്ടയങ്ങാടി സെൻറ്റ് മാർട്ടിൻസ് പള്ളി വികാരി ഫാദർ തോമസ് തൈക്കുന്നംപുറം, ഒണ്ടയങ്ങാടി മുസ്ലിം ജുമായത്ത് പള്ളി ജനാബ് ഷഫീഖ് ബഹാഫി തുടങ്ങിയ രക്ഷാധികാരികളായും അതുപോലെ കൗൺസിലർമാർ, രാഷ്ട്രീയ പൊതുപ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർക്ക് വിപുലമായ കമ്മിറ്റി രൂപീകരിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും സന്മനസ്സുകളുടെ മുമ്പിൽ ഞങ്ങൾ ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചിത്ര സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർ കൈമലയിൽ വിനോദ് ഉദാരമതികളുടെ ചികിത്സാ സഹായം തേടുന്നു. വെള്ളമുണ്ട പഞ്ചായത്തിലെ മല്ലിശ്ശേരിക്കുന്നിൽ താമസിക്കുന്ന കൈമലയിൽ വിനോദ് ഇരുവൃക്കകളും തകരാറായതുമൂലം ഇപ്പോൾ ചികിത്സയിലാണ്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചിലവ് വരും. ഭാര്യയും 2 കുട്ടികളും ഉൾപ്പെടുന്ന നിർധന കുടുംബത്തെ സഹായിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് P തങ്കമണിയുടെ നേതൃത്വത്തിൽ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചതായി ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനായി തരുവണ കാനറ ബാങ്കിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. മല്ലിശ്ശേരിക്കുന്നിൽ താമസിക്കുന്ന വെള്ളമുണ്ട 8 ടൗണിൽ ചിത്ര സ്റ്റുഡിയോയിൽ കൈമലയിൽ വിനോദ് ചികിത്സാ സഹായ കമ്മിറ്റി എന്ന പേരിൽ തരുവണ കാനറ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലായാലും ശരി, അതുപോലെ തന്നെ MGNREG മേഖലയിലും അതുപോലെ തന്നെ കുടുംബശ്രീൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ അതോടൊപ്പം തന്നെ ആദിവാസി മേഖലയിൽ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ സാംസ്കാരിക നിലയത്തിലൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെ അവരുടെ സഹായം ഒരു 22 വർഷങ്ങൾക്ക് മുകളിലായിട്ട് അവരുടെ സേവനം എല്ലാ ദിവസവും തന്നെ കിട്ടാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്കാണ് ഒരു 3 വർഷമായിട്ട് ഇങ്ങനെ കിഡ്നി 2 ഫെയിലായിട്ട് അവർ ചികിത്സയിലാണ്. പുൽപ്പള്ളി മരക്കടവ് പ്രദേശത്തെ ജനങ്ങൾക്ക് ഭീഷണിയായ കടുവയെ കൂടുവെച്ച് പിടികൂടാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കർഷക രക്ഷാ സമിതി പ്രസിഡന്റ് വിൽസൺ ചുണാട്ട്
ആഴ്ചകളായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടും കടുവയെ കൂടുവെച്ച് പിടികൂടാൻ തയ്യാറാകാത്തതുമൂലം കർഷകർക്ക് കൃഷിയിടങ്ങളിൽ പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ മരക്കടവ് കൊളവള്ളി ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് ജനങ്ങൾ പറയുകയും ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഒന്നാമത് ഈ സമയം കാപ്പി പറിക്കുകയും കുരുമുളക് പറിക്കുകയും വിളവെടുപ്പിൻ്റെ സമയമാണ്. പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ വളരെ ഭയാശങ്കയോടുകൂടിയാണ് നടന്നു പോകുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂൾ വിട്ടു പോകുന്നതൊക്കെ. അതേപോലെ തന്നെ കുട്ടികൾക്ക് രാത്രി ആയാൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, മുതിർന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, രാവിലെയും വെളുപ്പിനെയും രാത്രിയും ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് ദൂരമൊക്കെ വണ്ടി ഇറങ്ങിയിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ വലിയൊരു ഭയത്തിൻ്റെ നിഴലിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. അടിയന്തരമായിട്ട് സത്വരമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ഭരണഘടന അനുവദിച്ചു നൽകിയ സംവരണം അട്ടിമറിക്കുന്ന കേരള സർക്കാരുകൾക്കെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സി കെ ഹാരിഫ്, വൈസ് പ്രസിഡന്റ് ഷമീം പാറക്കണ്ടി, കൽപ്പറ്റ മണ്ഡലം ലീഗ് പ്രസിഡന്റ് റസാഖ് കൽപ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധിജി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് മേപ്പാടി സെന്റ് ജോസഫ് UP സ്കൂൾ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയുടെ അഹിംസാ സന്ദേശങ്ങൾ എഴുതിയ സ്ക്രീൻ ബോർഡ് പ്രദർശനം സംഘടിപ്പിച്ചു. സുനിശ്ചിത സുരക്ഷിതത്വം അഹിംസയിലൂടെ എന്നതായിരുന്നു മുദ്രാവാക്യം. വാർഡ് മെമ്പർ ടി ഹംസ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ഫാദർ ജോൺസൺ, KP ഹൈദരാലി തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നതിനെതിരെ ജനുവരി 31 മുതൽ ഫെബ്രുവരി 4 വരെ മണ്ഡലതല വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് SDPI ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 5-ന് സെക്രട്ടേറിയറ്റിനും ചുറ്റും സംവരണ മതിൽ തീർക്കുന്നതിന് മുന്നോടിയായിട്ടാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ SDPI ജില്ലാ പ്രസിഡന്റ് N ഹംസ, ജനറൽ സെക്രട്ടറി T നാസർ, ജില്ലാ സെക്രട്ടറി E ഉസ്മാൻ, കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് KP സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സംവരണ അട്ടിമറി, അതായത് മുന്നാക്ക വിഭാഗത്തിലെ പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഭരണഘടനാ ഭേദഗതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വരുന്ന 5-ാം തീയതി ഫെബ്രുവരി 5-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംവരണ മതിൽ തീർക്കുകയാണ് SDPI. അതിൻ്റെ പ്രചരണ അർത്ഥം വയനാട് ജില്ലയിൽ മണ്ഡലം തല വാഹന ജാഥകൾ നടക്കുന്നു. നാളെ മുതൽ 31-ാം തീയതി മുതൽ 4-ാം തീയതി വരെ വാഹന ജാഥകൾ വിവിധ മണ്ഡലങ്ങളിലായി